ഭഗവാനിൽ ദോഷം കാണുന്നതാരാണോ, ആ പറഞ്ഞ കാര്യങ്ങളിൽ ദോഷം കാണുന്നതാരാണോ അവർക്ക് കഷ്ടപ്പാട്, ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ജീവിതത്തില്. അല്ലെ? അതാണ് പറഞ്ഞത്. ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് കർമ്മ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കും. പക്ഷെ കർമ്മരംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കും തോറും പുതിയ കർമ്മവാസനകൾ ഉണ്ടാവും. അപ്പൊ സത്യത്തിൽ നിന്ന് അകന്നകന്നു പോകും. ആ സത്യത്തിൽ നിന്ന് അകന്നകന്നു പോകലാണ് ക്ലേശം എന്ന് പറയുന്നത്. അത് അനുഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഈ കർമ്മങ്ങളോട് എങ്ങനെയാണ് മോഹം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മനസ്സും ഇന്ദ്രിയങ്ങളും അല്ലെ ഇത് ചേർന്ന് ആ പ്രകൃതി, ഗുണങ്ങൾ നിറഞ്ഞ പ്രകൃതി, അതിൽ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ആ രീതിയിൽ കർമ്മങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മോഹം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കുക. അല്ലെ? മനസ്സിനെ ഇന്ദ്രിയങ്ങളൊക്കെ ഫോഴ്സ് ഉപയോഗിച്ച് നിയന്ത്രിച്ചിട്ട് ഈ കർമ്മങ്ങളൊക്കെ ഒഴിവാക്കിയാലോ? അങ്ങനെ ഒരു സംശയം വരാം. അല്ലെ? അങ്ങനെ ചെയ്തപ്പോ എന്താ കുഴപ്പം? നമ്മൾ ബലം പ്രയോഗിച്ച് ഇതിനൊക്കെയാണ് നിർത്തുകയാണ്. അങ്ങനെ എന്താ ഉണ്ടാവുക? അപ്പൊ ഇതിന് ആൾറെഡി ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ പറഞ്ഞ രീതിയിൽ ഇപ്പോ കർത്താവ് എന്ന് പറഞ്ഞാൽ, ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് അതാണ് അയാളെ കർത്താവ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ തോന്നൽ വരുന്ന? അഹങ്കാരം. അപ്പൊ കർത്താവിന് എപ്പോഴും അഹങ്കാരം ഉണ്ടാവും. കാരണം ഞാൻ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നുള്ള തോന്നൽ വരുന്നത്, അഹങ്കാരം ഉള്ളത് കൊണ്ട്. അപ്പോ അങ്ങനെ അഹങ്കാരമുള്ളത് കൊണ്ട് ആ കർത്താവിന് കർമ്മങ്ങൾ അയാളുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കില്ല. അല്ലെ? അയാൾ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അയാൾ കാണുന്നത്. അപ്പൊ നിങ്ങളല്ല ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങൾക്ക് യാതൊരു കൺട്രോളും ഇല്ല, ഒരു നിയന്ത്രണവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ആ ഒരു കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ. അതാണ് 33-ാമത്തെ ശ്ലോകം. ചൊല്ലിക്കോളൂ. 33. സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. അടുത്ത ശ്ലോകത്തില് പറയുന്നതാണ് അല്ല, സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഇപ്പോ ജ്ഞാനവാൻ അപി എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്താണ്, സത്യം എന്താണ്, ജഡം എന്താണ്, അസത്യം എന്താണ് എന്ന് വേർതിരിച്ച് അനുഭവിക്കുന്ന ജ്ഞാനി പോലും എന്താ ചെയ്യുന്ന, ആ പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും രൂപത്തില് പ്രവർത്തിക്കുന്ന സ്വന്തം ഗുണങ്ങള് അതിനനുസരിച്ചിട്ടാണ് ജ്ഞാനികളും പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. അവരതിനെ നിരോധിക്കില്ല, അതിനെ വേണ്ടാന്ന് വെക്കുന്നില്ല. പ്രകൃതി ഗുണത്തിനനുസരിച്ച് എന്താ വെച്ചാൽ നടന്നോട്ടെ എന്നുള്ള ഭാവമാണ് അവർക്ക്. അതിനനുസരിച്ച് തന്നെയാണ് അവര് മുന്നോട്ട് പോവുക. അപ്പോ അവര് മാത്രമല്ല, പ്രപഞ്ച ഘടകങ്ങളും മുഴുവൻ, പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് എങ്ങനെയാണ്? ആ പ്രകൃതി ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രപഞ്ചത്തിൽ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അപ്പോ എല്ലാം അതിനനുസരിച്ച് നടക്കുന്നു. ആ ഒരു അവസ്ഥയില് ഇതിനെയൊക്കെ, മനസ്സിനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെയൊക്കെ ബലം പ്രയോഗിച്ച് നിയന്ത്രിച്ചുകൊണ്ട് എന്താ പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പറയാൻ പറ്റുന്ന കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. അപ്പോഴേ ഇത് എന്തുകൊണ്ടാണ് നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കണം, ചിന്തകളെ നിയന്ത്രിക്കണം, അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിക്കുന്നത്, ഇവിടെ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും നടക്കുന്ന ഈ പ്രകൃതി ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അതിനനുസരിച്ച് ആ ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജ്ഞാനിയും എന്താ ചെയ്യുന്ന, ജ്ഞാനിയും ആ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ബലം പ്രയോഗിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നിർത്തുന്നില്ല എന്നാണ്. അപ്പൊ സത്യം എന്ത്, ആത്മാവെന്ത്, അനാത്മാവെന്താണ്, സത്യം എന്ത്, അസത്യം എന്ത്, ആത്മാവെന്താണ്, ജഡം എന്താണ്, ഇത് വേർതിരിച്ച് അനുഭവിക്കുന്ന, അറിയല്ല അനുഭവിക്കുന്നതാണ്. ജ്ഞാനി അങ്ങനെയുള്ളത്, അനുഭവമായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് രണ്ടും വേറെ വേറെ അനുഭവിക്കുന്ന ജ്ഞാനി പോലും എന്താ ചെയ്യുന്ന, ആ സ്വന്തം ഗുണങ്ങൾക്കനുസരിച്ച് തന്നെയാണ് അവരും പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിന്റെയും രൂപത്തില്, അല്ലെ, ആ ഗുണഘടനയ്ക്ക് അനുസരിച്ച് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ പ്രപഞ്ച ഘടകങ്ങൾ മുഴുവൻ, പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ പ്രവർത്തിക്കുന്നത്
ഈ പ്രകൃതി ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് ബലം പ്രയോഗിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ജ്ഞാനിക്കും പ്രാരബ്ധങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു അല്ലെ, ഓർമ്മല്ലേ? മുന്നേ ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനിയും പ്രാരബ്ധ കർമ്മത്തിലൂടെയാണ് പോകുന്നത്. അപ്പോ ആ പ്രത്യക്ഷമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ ആത്മാനുഭവം ഉണ്ടാകുന്നതോടെ, ഒരാൾക്ക് ആത്മാനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതോടെ എന്ത് സംഭവിക്കുക? സഞ്ചിത കർമ്മങ്ങളൊക്കെ അവസാനിക്കും. സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പോയ ജന്മങ്ങളില് നമ്മൾ ആർജിച്ചു വെച്ചിട്ടുള്ള, സഞ്ചയിച്ചു വെച്ചിട്ടുള്ള കർമ്മങ്ങളാണ് സഞ്ചിത കർമ്മം. അപ്പൊ ആത്മാനുഭവം ഉണ്ടാവുന്നതോടുകൂടി ആ സഞ്ചിത കർമ്മങ്ങളൊക്കെ ഇല്ലാതെ പോകും. അതെല്ലാം താനെ ഒഴിഞ്ഞു പോകും. അതേപോലെ തന്നെയാണ് ആഗാമി കർമ്മവാസനകൾ. ആഗാമി എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്നത്. നമ്മളിപ്പൊ ചെയ്യുന്ന പ്രാരബ്ധ കർമ്മം അനുഷ്ഠിക്കുമ്പോ, പ്രാരബ്ധ കർമ്മം ചെയ്യുമ്പോ അതിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള വാസനകളാണ് ആഗാമി. അപ്പോ ആത്മാനുഭവം ഉണ്ടാവുന്നതോടുകൂടി ആ കർമ്മവാസനകളും ഇല്ലാതെയാവും. കാരണം പുതുതായിട്ട് കർമ്മങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആൾറെഡി സഞ്ചയിച്ചു വെച്ചിട്ടുള്ളതും ഇല്ലാതെയാവും. ഇനി വരാൻ പോകുന്നത് വരൂല, ഉണ്ടാവൂല. അപ്പൊ പിന്നെന്താ ബാക്കി ഉണ്ടാവുക? ഈ പ്രാരബ്ധ കർമ്മം മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അപ്പൊ ജ്ഞാനം ആർജിച്ചാലും പ്രാരബ്ധ കർമ്മം നിലനിൽക്കും. അപ്പൊ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ജന്മങ്ങളിൽ സഞ്ചയിച്ച കർമ്മവാസന സഞ്ചിതം. ഭാവി ഇനി വരാനിരിക്കുന്ന കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ഭാവി ജന്മങ്ങൾക്ക് വേണ്ടി കൂട്ടിവെക്കാനുള്ളതാണ്, സ്വരൂപിക്കാനുള്ളതാണ് ആഗാമി കർമ്മം എന്നത്. അപ്പൊ ഈ പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരീരത്തിൽ വന്നു, ശരീരത്തിൽ ജനിച്ചു. അപ്പൊ ഈ തൽക്കാല ശരീരം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് താൽക്കാലികമാണ്. ഈ ശരീരം ഒരിക്കലും പെർമനന്റ് അല്ലല്ലോ. അപ്പൊ ഈ താൽക്കാലികമായിട്ടുള്ള ഈ ശരീരം, പ്രാരബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ ഏത് കർമ്മവാസന സാധിക്കാനാണോ ഈ ശരീരം ഉണ്ടായത്, അതാണ് പ്രാരബ്ധ വാസന എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിൽ നമ്മൾ വന്ന് ജനിക്കാൻ കാരണം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കുറച്ച് കർമ്മങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. മനസ്സിലായോ? കേട്ടോ? അത് ജ്ഞാനികൾക്കും അത് ബാധകമാണ്. കാരണം ജ്ഞാനിയും ആ ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാരബ്ധ വാസന ഉള്ളത് കൊണ്ടാണ് ശരീരത്തിൽ ജനിച്ചിരിക്കുന്നത്. അപ്പോ ആ തൽക്കാല ശരീരം കൊണ്ട് കർമ്മം ചെയ്ത് ക്ഷയിപ്പിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. ജ്ഞാനിയായാലും പ്രാരബ്ധ കർമ്മം അത് ചെയ്ത് അനുഭവിച്ച് ക്ഷയിപ്പിച്ചേ പറ്റൂ, അത് നശിപ്പിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ച് ഈ പ്രാരബ്ധ കർമ്മം അനുഷ്ഠിച്ച് ആ വാസനയെ നശിപ്പിക്കുന്നത് ജ്ഞാനിക്ക് കഷ്ടപ്പാടൊന്നുമില്ല. കാരണം ആൾറെഡി ജ്ഞാനമുള്ള ആളാണ്. അതുകൊണ്ട് ഇത് എന്താന്നുള്ളത് അറിയാം. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ച് ഈ പ്രാരബ്ധം അനുഭവിക്കുമ്പോൾ അതിന് യാതൊരു ദുഃഖവും ഉണ്ടാവുന്നില്ല, ഒരു കഷ്ടപ്പാടും ഉണ്ടാവുന്നില്ല, ഒരു ക്ലേശവും അനുഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജ്ഞാനമുള്ളിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഈ പ്രാരബ്ധ കർമ്മം ആനന്ദമായിട്ട് മുന്നോട്ട്. ഗുരുജിയൊക്കെ പോകണില്ലേ മുന്നോട്ട്? അല്ലെ, വല്ല കഷ്ടപ്പാടുണ്ടോ ഗുരുജിക്ക്? അതേപോലെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പൊ അതിൽ ആ പ്രാരബ്ധ കർമ്മം അനുഭവിക്കുമ്പോഴും ജ്ഞാനിയെ സംബന്ധിച്ച് അത് ധന്യമായിട്ടാണ് തോന്നുക. ഒരിക്കലും ക്ലേശമാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സ്ഥിതപ്രജ്ഞത വരണമെങ്കിൽ അല്ലെങ്കിൽ ജീവൻ മുക്തി ഉറയ്ക്കണമെങ്കിൽ എങ്ങനെയാണ്? ഈ പ്രാരബ്ധ വാസനയും ക്ഷയിക്കുമ്പോഴാണ് ജീവൻ മുക്തി ഉറക്കുക എന്നുള്ളത്. അപ്പൊ ഒരു ജ്ഞാനിക്ക് പോലും പ്രാരബ്ധ വാസനയെ കർമ്മം ചെയ്ത് നശിപ്പിക്കുകയല്ലാതെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളത്. പ്രാരബ്ധ വാസനയെ ആർക്കും പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അപ്പൊ ജ്ഞാനിയായാലും അതാണ് അവസ്ഥ. അപ്പൊ പിന്നെ ജ്ഞാനമില്ലാത്ത മന്ദബുദ്ധികളായ ആളുകളുടെ അവസ്ഥ പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മളെ ഉദ്ദേശിച്ചായിരിക്കും? അല്ല അല്ലെ, നമ്മൾ അത്രയ്ക്ക് മന്ദബുദ്ധികളൊന്നല്ല. അപ്പൊ മന്ദബുദ്ധികളായ ആളുകളുടെ അവസ്ഥ പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ജ്ഞാനിക്ക് പ്രാരബ്ധ കർമ്മം അനുഭവിക്കുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടപ്പാടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്കോ, സാധാരണക്കാരായ ആളുകൾക്കോ അവരാകെ കഷ്ടപ്പാടില്ല, ക്ലേശം നിറഞ്ഞതാണ്. അപ്പോ ഇവിടെ നിഗ്രഹ കിം കരിഷ്യതി. ശരിക്ക് ഈ സ്പിരിച്വാലിറ്റിയിൽ അല്ലെ, ആത്മീയ തലത്തില് മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണം എന്നാണ് ഗീത പറയുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഏതാണ് പറയുന്നത്? പ്രത്യേകിച്ചും ഗൃഹസ്ഥാശ്രമികള് ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാനുഭവം എന്താണെന്നോ അറിയില്ല, മനസ്സിലായിട്ടില്ല സാധാരണക്കാരായ ആളുകൾക്ക്.
ഗൃഹസ്ഥന്മാർക്ക് എന്താണെന്നറിയില്ല. ആത്മാനുഭവം എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതെന്താണെന്നറിയില്ല. അപ്പൊ എന്ത് ചെയ്യും ചോദിച്ചാല് പലരും പലയിടത്തും വായിച്ചിട്ടും കേട്ടിട്ടും അറിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവർ ചെയ്യാൻ ശ്രമിക്കും. എന്തിനു വേണ്ടി? മനസ്സിനെയും ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് പല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതും പല ഇവിടുന്ന് കേട്ടതുമായ കാര്യങ്ങൾ, അത് പല ഹഠയോഗ സാധനങ്ങൾ, അതുമാതിരി പ്രാണായാമ പ്രക്രിയകൾ, ഇതൊക്കെ കേട്ടറിഞ്ഞുകൊണ്ട് പലരും അഭ്യസിക്കും. ആത്മാനുഭവം എന്താണെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അത് ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ അവർ നിയന്ത്രിക്കാനായി ഇങ്ങനെയുള്ള പല കർമ്മങ്ങളും അവർ ചെയ്യും, അഭ്യസിക്കുന്നത് കാണാറുണ്ട് എന്ന് പറയും അല്ലെ. പലരും ചെയ്യാറുണ്ട് അങ്ങനെ. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ദോഷം സംഭവിച്ചേക്കാം എന്നുള്ളത്. അപ്പൊ എന്ത് വേണം, ഇതൊക്കെ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതാണ് നമ്മൾക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവിന്റെ മേൽനോട്ടത്തില് ആണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തില്. പക്ഷെ അല്ലാതെ ഇത്തരം അഭ്യാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആത്മദർശനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവാം, ദോഷങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പക്ഷെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആരെയാണ് കുറ്റം പറയാ? സ്പിരിച്വാലിറ്റിയാണ് ആളുകൾ കുറ്റം പറയുക അല്ലെ. അല്ലെങ്കിൽ ചെയ്യുന്ന പ്രാണായാമിനെ കുറ്റം പറയും. കാരണം ഇവര് ഗുരുവിന്റെ ശിക്ഷണത്തിലായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. സ്വയമേവ എവിടുന്നെങ്കിലും യൂട്യൂബിലോ എവിടുന്നെങ്കിലൊക്കെ കേട്ട്, യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോ അല്ലെ. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആരോഗ്യമായി ജീവിക്കാം, ഒരുപാട് കാര്യങ്ങൾ, കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അറിയില്ല സത്യമാണോ നമുക്കറിയില്ല. അപ്പോ അതൊക്കെ ശരിയാണോ, ശാസ്ത്രീയതയുണ്ടോ എന്ന് അന്വേഷിക്കാതെ നമ്മളത് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചേക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? അതിനെ കുറ്റം പറയുന്നത് ഏതിനെയാണ് കുറ്റം പറയുക? ചെയ്യുന്ന പ്രവസനം. പ്രാണായാമം ചെയ്തിട്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് പറയും അല്ലെ. പക്ഷെ അത് പ്രാണായാമത്തിന്റെ കുഴപ്പമില്ല, ചെയ്ത രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ഗുരു വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ സത്യം വേണം, സത്യം എന്താന്ന് അറിയണം, സത്യസാക്ഷാത്കാരം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് മനസ്സിനെ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അല്ലെ. ഗുരുജി ഒരിക്കലും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറയും. ഗുരുജി എന്താ പറയണ? ചിന്തകൾ ഉണ്ടെങ്കിൽ വന്നോട്ടെ, അതിനെ ശ്രദ്ധിക്കൂ എന്നേ പറയുന്നുള്ളൂ. അതിനെ ഒബ്സർവ് ചെയ്യൂ അല്ലെ. മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒബ്സർവ് യുവർ മൈൻഡ്. അതാണ് എളുപ്പവഴി. മറ്റത് മനസ്സിനെ പിടിച്ചിറക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പൊ എന്താ ചെയ്യുക? മനസ്സ് അതിന്റെ ഗുണഘടനയ്ക്ക് അനുസരിച്ചുള്ള ചിന്തകൾ വരും, വികാരങ്ങൾ ഉണ്ടാവും, അതിനെയൊക്കെ നിരീക്ഷിക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ വേണം അതിന് പുറത്തു കിടക്കാനായിട്ട്. അപ്പൊ മനസ്സിനെ ബലം പ്രയോഗിച്ചടക്കുകയല്ല വേണ്ടത്, ദിവ്യഭാവന ചെയ്യാം എന്നാണ് പറയുന്നത്. ബ്രഹ്മഭാവനയിലൂടെ പതുക്കെ പതുക്കെ മനസ്സിനെ ഉയർത്തണം. അങ്ങനെ ആ ബ്രഹ്മഭാവനയിലൂടെ മനസ്സിനെ പിടിച്ചു വരുത്താൻ ഭഗവത്ഗീതയില് ഏറ്റവും നല്ലൊരു മാർഗമാണ് കർമ്മയോഗം എന്ന് പറയുന്നത് അല്ലെ. ബ്രഹ്മഭാവന, അതോടെ അതിൽ കർമ്മയോഗത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സത്യബോധം. സത്യം എന്നതാണ് ആദ്യം മനസ്സിലാക്കുക, കേട്ട് മനസ്സിലാക്കുക അല്ലെ. സിദ്ധാന്തപരമായിട്ട് മനസ്സിലാക്കുക ഇന്നതാണ് സത്യം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാണ്, അത് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്. ആദ്യം കേട്ട് മനസ്സിലാക്കുക. അതാണ് സിദ്ധാന്തപരമായിട്ട് ബുദ്ധിയുടെ തലത്തിൽ അത് അറിഞ്ഞു. ഇനി വേണ്ടത് എനിക്ക് അതിലേക്ക് ലയിച്ചു ചേരലാണ്, ഇതിനെ സാക്ഷാത്കരിക്കലാണ് എന്റെ ലക്ഷ്യം എന്നുള്ളത് ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് വേണം? ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ തിരിച്ചൊന്നും പ്രതീക്ഷ അതിന്റെ ഫലത്തിൽ ഇച്ഛ വയ്ക്കാതെ ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിന് പതുക്കെ പതുക്കെ ഉണർവ് സംഭവിക്കും, ഉയർച്ച സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അടുത്തൊരു സംശയം വരാം. അപ്പൊ ബലം പ്രയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കേണ്ട, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് എങ്ങനെ സാധിക്കും? ബലം പ്രയോഗിച്ച് പിടിച്ചടക്കിയില്ലെങ്കിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എങ്ങനെയാണ് പിന്നെ കൺട്രോൾ ചെയ്യുക? എങ്ങനെയാണ് ഇതിനെ ഇല്ലാതാക്കുക? ഇതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. 34-ാമത്തെ ശ്ലോകം ചൊല്ലി. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. അടുത്തത് എങ്ങനെയാണെന്നുള്ളത് പറയണം. ഇന്ദ്രിയസ്യ അർത്ഥേ അല്ലെ. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് ഹ്യസ്യ പരിപന്ഥിനൗ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇന്ദ്രിയത്തിൻ്റെതായ വിഷയങ്ങളിൽ അല്ലെ, ഓരോ ഇന്ദ്രിയങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ. കണ്ണിന് കാഴ്ചകള്, ദൃശ്യം അതിന്റെ വിഷയമാണ്. കാതിന് ശബ്ദം അതിന്റെ വിഷയമാണ്.
അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയമാണ്. അപ്പോ ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെതായ വിഷയങ്ങളിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. രാഗദ്വേഷം പറഞ്ഞാൽ ഇപ്പൊ കണ്ണിന് കാണാൻ ഇഷ്ടമുള്ളതിനോട് ഒരു രാഗം ഉണ്ടാവും, അറ്റാച്ച്മെന്റ് അല്ലെ. കാണാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് ദ്വേഷം ഉണ്ടാവും. അത് സ്വാഭാവികമാണ് എന്ന് പറയുന്നു. അത് പ്രകൃതി നിയമമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് പറയുന്നത്? ആ രാഗദ്വേഷങ്ങൾക്ക് അടിമപ്പെടരുത് എന്നാണ്, അത് ബാധിക്കരുത് എന്നാണ് പറയുന്നത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുമ്പോണ്ടാവുന്ന രാഗദ്വേഷങ്ങള് ജ്ഞാനത്തിന്റെ ശത്രുക്കളാണ് എന്നാണ് പറയുന്നത്. ജ്ഞാനത്തിന്റെ ശത്രുക്കളാണ്. അപ്പൊ ഇത് പ്രകൃതി നിയമമാണ്. എന്താണ്? ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെതായ വിഷയങ്ങളോട് ചിലപ്പോൾ രാഗമുണ്ടാവും, ചിലപ്പോൾ ദ്വേഷമുണ്ടാവും. അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങളോട് രാഗവും ഇഷ്ടമില്ലാത്തതിനോട് ദ്വേഷവും ഉണ്ട്. അത് നിയമമാണ്, പ്രകൃതി നിയമമാണ്. പക്ഷെ ആ രാഗദ്വേഷങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത് എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ആ രാഗദ്വേഷങ്ങള് ജ്ഞാനത്തിന്റെ ശത്രുക്കളാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങളെ ബലം പ്രയോഗിച്ച് പിടിച്ചടക്കുകയല്ല വേണ്ടത്, നിയന്ത്രിക്കുകയല്ല വേണ്ടത്. പിന്നെന്താണ്? ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്ന രാഗദ്വേഷങ്ങൾക്ക് അതിൽ പെട്ടുപോകരുത്, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രാഗദ്വേഷങ്ങളിൽ പെട്ടുപോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഞാൻ ഒന്നും കാണുന്നില്ല അല്ലെ, ഞാൻ ഈ നിമിഷം മുതൽ ഞാൻ ഒന്നും കാണില്ല പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? കാരണം കണ്ണ് തുറന്ന എന്തായാലും കണ്ടേ പറ്റൂ അല്ലെ. കണ്ണിന്റെ കാഴ്ചയെ നമുക്ക് നിരോധിക്കാൻ പറ്റില്ല, പിന്നെ പൊട്ടിക്കണം അല്ലെ, ശരിയല്ലേ? അല്ലാതെ കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. കണ്ണുള്ളത് കൊണ്ട് കാഴ്ച നടക്കും. അപ്പൊ അത് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇനി ഒന്നും കാണില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ കാതുള്ളത് കൊണ്ട് എന്തായാലും ശബ്ദം കേൾക്കും അല്ലെ. ആ ശബ്ദം കേൾക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും ശബ്ദം കേൾക്കും. അപ്പൊ ഞാൻ ഇനി ഒരു ശബ്ദവും കേൾക്കില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ അടച്ചു പിടിച്ചിങ്ങനെ ഇരിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ ഇനി ഒന്നും കാണൂല കേൾക്കൂല എന്നൊക്കെ വിചാരിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ ബലം പ്രയോഗിച്ച് പിടിച്ചടക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ളത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഉള്ളത് കൊണ്ട് അത് പരസ്പരം കണക്റ്റഡ് ആണ്. അത് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ദ്രിയങ്ങളും വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളുമായി എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ മനസ്സിന് അതിൽ നിന്നുണ്ടാവുന്ന രാഗദ്വേഷങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സകന്ന് വിട്ടു നിന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സകന്ന് വിട്ടു നിന്നാൽ മതി. ഇന്ദ്രിയങ്ങളുണ്ട് അവിടെ. ഇപ്പൊ കണ്ണിലൂടെ ഒരു കാഴ്ച നമ്മൾ കാണുന്നു, അത് കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഫലമായിട്ട് മനസ്സിനകത്ത് ആ രാഗദ്വേഷങ്ങൾ ബാധിക്കരുത്, അത്രേ ഉള്ളൂ. മനസ്സിലായോ? എപ്പിടി കിട്ടിയോ? മനസ്സിൽ അത് കയറി വരരുത് എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും മനസ്സിലാണ് അത് കയറി വരിക. അപ്പൊ മനസ്സ് രാഗദ്വേഷം ഉൾക്കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ മതി എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിനെ എങ്ങനെ ഇത് ബാധിക്കാതിരിക്കും? അതിനുള്ള മാർഗമാണ് അടുത്ത് പറയാൻ പോകുന്നത് അല്ലെ. മനസ്സിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവരുത് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ എങ്ങനെ ഇത് സാധിക്കും? കാരണം ഇപ്പൊ കണ്ണിലൂടെ ഞാൻ ഒരാളെ കണ്ടു, ഒരു വ്യക്തിയെ കാണുകയാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് എനിക്ക് മതിപ്പുള്ള ആളാണെങ്കിൽ, ഇഷ്ടമുള്ള ആളാണെങ്കിൽ എൻ്റെ ഉള്ളിൽ രാഗം ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടെങ്കിലോ ദ്വേഷം ഉണ്ടാവും. ഇത് മനസ്സിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. ഇന്ദ്രിയങ്ങളിൽ മാത്രമല്ല, അത് മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിനെ ബാധിക്കാതിരിക്കാൻ, യഥാർത്ഥത്തിൽ മനസ്സിൽ ഇത് ബാധിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അത് ബാധിച്ചു പോകുന്നു, മനസ്സിനെ അത് ബാധിക്കുന്നു. അപ്പൊ അത് ബാധിക്കാതിരിക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ ഭാവാദ്വൈതം പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. എന്താണ് ഈ ഭാവാദ്വൈതം എന്ന് പറഞ്ഞാൽ? ഭാവാദ്വൈതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ബ്രഹ്മമാണ് ഭാവിക്കുക, സങ്കല്പിക്കുക. അതേപോലെ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ എന്നുള്ളത് ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി, ഇവിടെ ഉള്ളതെല്ലാം ബ്രഹ്മമാണ്. ഇത് ഭാവാദ്വൈതം എന്നാണ് പറയുക. അങ്ങനെ ബ്രഹ്മഭാവന മനസ്സിൽ ശീലിപ്പിക്കുക, മനസ്സിനെ പഠിപ്പിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. അപ്പൊ എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ടെക്നിക്കാണ്. എല്ലാറ്റിനെയും അങ്ങനെ കാണുകയാണ് ആ രീതിയിൽ. യാതൊന്ന് കൺപതതു നാരായണ പ്രതിമ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ബ്രഹ്മഭാവന ഉണ്ടാക്കുക, ഉള്ളിൽ സങ്കല്പിക്കാതെ വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഒക്കെ ബ്രഹ്മമാണ്.
അങ്ങനെ വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി, അതൊക്കെ ബ്രഹ്മമാണ് മനസ്സിലാക്കിയാൽ മതി. അപ്പോ അങ്ങനെ ആവുമ്പോ ക്രമത്തിൽ രാഗദ്വേഷങ്ങൾ വരാതെ നോക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ വിഷയങ്ങള്, ഇന്ദ്രിയങ്ങൾ വിഷയവുമായിട്ട് സമ്പർക്കത്തിലായിക്കോട്ടെ, പക്ഷെ ആ വിഷയങ്ങളൊക്കെ ബ്രഹ്മമാണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഇന്ദ്രിയവും ബ്രഹ്മമാണ് എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ രാഗദ്വേഷങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അല്ലെ, ഇവിടെ ഉള്ളത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിടി കിട്ടുന്നുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടാണോ? എന്നാലും കിട്ടുന്നുണ്ട് അല്ല, പിടി കിട്ടുന്നുണ്ട്. അപ്പോ എല്ലാം സർവം ബ്രഹ്മമയം, എല്ലാം ബ്രഹ്മമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളും അത് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ഇന്ദ്രിയങ്ങള് എൻഗേജ്ഡ് ആവുന്ന വിഷയങ്ങളും ബ്രഹ്മം തന്നെയാണ്. അപ്പൊ എല്ലാം ബ്രഹ്മമാണെന്നുള്ള ഭാവന ചെയ്യുന്ന സമയത്ത് പിന്നെ രാഗദ്വേഷങ്ങൾക്ക് പ്രസക്തി ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ പിന്നെ കാരണമില്ല യഥാർത്ഥം, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഒന്നല്ല. പിന്നെന്താണ്? മനസ്സിന്റെ സങ്കല്പാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? മനസ്സിന്റെ ചിന്തയാണ് രാഗദ്വേഷങ്ങൾക്ക് കാരണമാവുന്നത്. അപ്പൊ ആ മനസ്സില് ഭാവാദ്വൈതം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അതിൽ നിന്ന് രക്ഷപ്പെടും. മനസ്സിലായോ? അപ്പൊ സാധാരണ ഈ മനസ്സിലെ രാഗദ്വേഷങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഒന്നുകിൽ പലതിനോട് അറ്റാച്ച്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പലതിനോട് ദ്വേഷമായിരിക്കും. ക്രേവിങ്സ് ആൻഡ് അവേർഷൻ, ഇത് നിറഞ്ഞിരിക്കുക മനസ്സിൽ എപ്പോഴും. അപ്പൊ അത് കാരണം ഈ രാഗദ്വേഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാരണം ബ്രഹ്മഭാവന ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല മനസ്സിന്. ബ്രഹ്മത്തെ കുറിച്ച് ഭാവിക്കുമ്പോഴേക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് ഓർമ്മ വരും. പിന്നെ അയാളുമായി ബന്ധപ്പെട്ട ദേഷ്യം, സങ്കടം, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ വരാൻ തുടങ്ങും. അല്ല, അത് സാധിക്കുന്നില്ല. അപ്പോ ഈ രാഗദ്വേഷങ്ങളാണ് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സപ്പെടുത്തുന്നത്. അത് സാധിക്കാതിരിക്കാൻ, സത്യം എന്താണെന്ന് നമുക്ക് അറിയാതിരിക്കാൻ കാരണം, അല്ലെങ്കിൽ സത്യാനുഭവം നമ്മൾക്ക് വരാതിരിക്കാനുള്ള കാരണം മനസ്സിലുണ്ടാവുന്ന ഈ രാഗദ്വേഷങ്ങളാണ്. രാഗദ്വേഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനസ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ബ്രഹ്മമാണ് എന്ന് സങ്കല്പിക്കാൻ അതിന് പറ്റണില്ല മനസ്സിന്, അല്ല? അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് രാഗദ്വേഷങ്ങളൊക്കെ ജ്ഞാനത്തിന്റെ ശത്രുക്കളാണ് എന്ന് പറയാനുള്ള കാരണം. കാരണം അത് ജ്ഞാനത്തിലേക്ക് അടുപ്പിക്കില്ല. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു സംശയം വരാം. ഇപ്പൊ രാഗദ്വേഷങ്ങളിൽ പെട്ടുപോകാതിരിക്കുകയാണ് ഒരു സത്യാന്വേഷി ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ അർജുനന്റെ ഉള്ളിൽ സംശയം വരാം. എന്താണ്? ആ യുദ്ധകർമ്മത്തിൽ ഞാൻ ഒഴിയല്ലേ വേണ്ടത് എന്ന് സംശയം വരാം. കാരണം അവിടെ രാഗദ്വേഷങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെ? യുദ്ധം ചെയ്യുന്ന സമയത്ത് ആളുകളെയൊക്കെ വധിക്കാൻ കാരണമായ യുദ്ധകർമ്മത്തിൽ ഞാൻ ഒഴിയല്ലേ വേണ്ടത്. കാരണം യുദ്ധം എന്ന് പറയുന്നത് അങ്ങേയറ്റം രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കർമ്മമാണ്, അല്ലെ? ശരിയല്ലേ? യുദ്ധത്തിൽ ഉണ്ടാവും. അപ്പൊ അർജുനൻ ഇങ്ങനെ ഒരു സംശയം തോന്നാം. അപ്പൊ അത് ഭഗവാൻ ആലോചിച്ചിട്ടായിരിക്കും അടുത്ത മറുപടി പറയുന്നത്. അടുത്ത ശ്ലോകത്തില് അതിനുള്ള മറുപടിയാണ് പറയുന്നത്. 35-ാമത്തെ ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹഃ. അടുത്തതിൽ പറയുന്നു, അല്ലെ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഇതാണിത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സംഗതി. നമ്മളെ മക്കളെയും പരിശീലിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്, അല്ല? പരധർമ്മം അനുഷ്ഠിക്കൽ. അത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. അതെങ്ങനെയാന്നുള്ളത് പറയുന്നുണ്ട് ഇതിനകത്ത്. എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? ഇപ്പൊ ഈ രാഗദ്വേഷ വളരെ ശക്തമായ രീതിയിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്വന്തം കർമ്മങ്ങള്, രാഗദ്വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വിപരീത ഗുണങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോ നമ്മളുടെ സ്വകർമ്മം എന്ന് പറയുന്നത് അവനവന്റെ കർമ്മം ധർമ്മമായിട്ട് ആചരിക്കുമ്പോ അതിൽ നിന്ന് ചിലപ്പോൾ ശക്തമായ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കർമ്മങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ സ്വധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മളുടെ സ്വധർമ്മത്തിൽ നിന്ന് രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് തന്നെയാണ് മറ്റു ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, മോക്ഷത്തിന് കാരണമാവുക എന്നാണ് പറയുന്നത്.
മനസ്സിലായോ? ചിലപ്പോൾ അർജുനൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അർജുനന്റെ സ്വധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യലാണ്. പക്ഷെ അർജുനൻ അത് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അർജുനൻ പറഞ്ഞ് ഞാൻ സന്യസിച്ചോളാം എന്ന് പറയുന്നുണ്ട് മാറ്റി. അല്ല, ഞാൻ സന്യസിക്കാം, എല്ലാം ഉപേക്ഷിച്ച് ഞാൻ സന്യസിക്കാൻ പോകും. പക്ഷെ അർജുനനെ സംബന്ധിച്ച് സന്യാസം എന്നുള്ളത് പരധർമ്മമാണ്. മനസ്സിലായോ? പരധർമ്മം എന്ന് പറഞ്ഞാൽ ആ കർമ്മം അർജുനന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കർമ്മങ്ങളാണ് പരധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള കർമ്മവാസനയ്ക്ക് അനുസരിച്ചുള്ള കർമ്മം ചെയ്യല് സ്വധർമ്മം. അപ്പൊ ഇവിടെ പറയുന്നത് ഇതാണ്, ഇപ്പോ നമ്മളുടെ സ്വധർമ്മം എന്ന് പറയുന്നത്, എന്റെ ഉള്ളിൽ ചെയ്യാനുള്ള കർമ്മം എന്ന് പറയുന്നത്, അതിൽ നിന്ന് രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാം. പക്ഷെ എന്നാലും അത് ചെയ്യുന്നതാണ്, അത് ചെയ്ത് അവസാനിപ്പിക്കുന്നതാണ് മോക്ഷത്തിന് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നേരെ വെച്ച് പരധർമ്മം അനുഷ്ഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സ്വന്തം കർമ്മം അവസാനിക്കുന്നില്ല, പരധർമ്മത്തിൽ നിന്ന് പുതിയ കർമ്മങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അവിടെയാണ് പ്രശ്നം. അപ്പൊ സ്വധർമ്മമാണെങ്കിൽ വധവും മറ്റുള്ളവരെ കൊല്ലുന്നത് ശ്രേയസ്കരാണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. സ്വധർമ്മമാണെങ്കിൽ എന്ന് വെച്ച് നമുക്ക് ദേഷ്യമുള്ളവരൊക്കെ ചെന്ന് വധിക്കാൻ മെനക്കെടണ്ട. കാരണം അത് നമ്മുടെ സ്വധർമ്മമാവില്ല. ചിലപ്പോ അങ്ങനെ തോന്നും, ഓ സ്വധർമ്മമാണെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അർജുനനെ സംബന്ധിച്ച് സ്വധർമ്മം, വധം എന്ന് പറയുന്ന കൊല്ലുക എന്നുള്ളത് അർജുനന്റെ സ്വധർമ്മമാണ്. കാരണം ക്ഷത്രിയനാണ്, ക്ഷത്രിയന് യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതിവിടെ ധർമ്മയുദ്ധമാണ് നടത്താനും പോകുന്നത്, ധർമ്മം നിലനിർത്താനുള്ള യുദ്ധമാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അർജുനനെ സംബന്ധിച്ച് അത് ശ്രേയസ്കരമാണ്. അപ്പൊ സ്വധർമ്മമാണെങ്കിൽ ആ വധവും വധിക്കുന്നത് ശ്രേയസ്കരമാണ്. അന്യധർമ്മം, മറ്റുള്ളവരുടെ ധർമ്മം, വേറെ ധർമ്മം ഭയങ്കരമാണ് എന്നാണ്. അതാണ് പരധർമ്മോ ഭയാവഹ അല്ലെ? അന്യധർമ്മം, മറ്റു ധർമ്മങ്ങൾ, സ്വധർമ്മമല്ലാത്ത കർമ്മങ്ങളൊക്കെ ഭയാവഹമാണ്. അപ്പൊ അർജുനനെ സംബന്ധിച്ച് സ്വധർമ്മം യുദ്ധമാണ്, സന്യാസോ പരധർമ്മമാണ് അർജുനനെ സംബന്ധിച്ച്. ഇത് ഓരോ വ്യക്തികൾക്കും മാറ്റമുണ്ടാവാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്വധർമ്മമായ യുദ്ധം അനുഷ്ഠിക്കുമ്പോ രാഗദ്വേഷങ്ങൾ ഉണ്ടാവും, ശക്തമായ രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ആ രാഗദ്വേഷങ്ങൾ ബാധിക്കാതിരിക്കാൻ ഭാവാദ്വൈതം അഭ്യസിക്കണം, പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. എന്താണ് ഭാവാദ്വൈതം? നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ സർവം ബ്രഹ്മമയം. ഈ മുന്നിൽ കാണുന്ന ആളുകൾ മുഴുവൻ ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ്. അപ്പൊ ബ്രഹ്മവുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്, എനിക്കതിൽ യാതൊരു പങ്കുമില്ല. കാരണം എല്ലാം ബ്രഹ്മമാണ്, അല്ല? അപ്പോ സന്യസിക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്യസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏകതത്വാഭ്യാസം തന്നെ, പതഞ്ജലി യോഗത്തിൽ പറയുന്ന സംഗതി തന്നെ. ഇപ്പൊ ആർക്കാണ് സന്യാസം വിധിച്ചിട്ടുള്ളത്? സന്യാസം കർമ്മമായിട്ട് വരിക, സ്വധർമ്മമായിട്ട് വരിക ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മവിചാരം കൊണ്ട്, അല്ലെങ്കിൽ സത്യം എന്താണെന്ന് വിചാരം ചെയ്ത്, നിരന്തരമായ വിചാരം ചെയ്ത് ഒരു പാകതയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാതെ ആത്മനിഷ്ഠയിൽ കഴിയാൻ സാധിക്കുന്ന ആൾക്ക് സന്യാസം വിധിച്ചിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അവര് നേരത്തെ ആത്മവിചാരം ചെയ്തിട്ടുണ്ട്. സത്യം എന്താണ്, വസ്തു എന്താണെന്നുള്ളതിനെ കുറിച്ച് അവര് വളരെയധികം വിചാരം ചെയ്തിട്ടുണ്ട്. ആ വിചാരത്തിന്റെ ഫലമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു പാകത വന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഗദ്വേഷങ്ങളൊക്കെ കുറെയൊക്കെ അകന്നു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മനിഷ്ഠയിൽ കഴിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് സന്യാസം സ്വീകരിക്കാം, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക? അർജുനന്റെ അവസ്ഥ എന്താ? അർജുനന്റെ ഉള്ളിൽ യുദ്ധം ചെയ്യാനുള്ള വാസനയാണുള്ളത്. അതുകൊണ്ട് തന്നെ അർജുനൻ സന്യാസിയായാൽ എന്താ സംഭവിക്കുക? വേഷമൊക്കെ മാറും, കാവ്യ വസ്ത്രമൊക്കെ എടുത്ത് അർജുനൻ സന്യാസിയാവും പുറമേക്ക്. പക്ഷെ കണ്ണടച്ചിരിക്കുമ്പോ എന്താ ഓർമ്മ വരിക? ഈ യുദ്ധത്തെ കുറിച്ചുള്ളെങ്കിലും പിന്നെ അതിന്റെ ഫലമായിട്ട് രാഗദ്വേഷങ്ങൾ ഉള്ളിൽ വളരാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? അതുകൊണ്ടാണ് അവനവന്റെ കർമ്മമാണ് നല്ലത്, മോക്ഷത്തിന് കാരണമാവുക എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അർജുനന് ആ കർമ്മം അനുഷ്ഠിച്ചേ പറ്റൂ. അല്ലാതെ അപ്പൊ സന്യാസം എന്നുള്ള അർജുനെ സംബന്ധിച്ച് പരധർമ്മമാണ്, അർജുനന് ചെയ്യാനേ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക? സ്വയം നാശമാണ്, സ്വയം താഴേക്കും സ്വയം പതിക്കാനും ഇടവരും. എന്നിട്ടോ ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും, അർജുനൻ എങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ വിചാരിച്ച് ആളുകൾ അത് അനുകരിക്കാൻ ശ്രമിക്കും. അപ്പൊ സമൂഹത്തിനും പതനാണ് ഫലം എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനന് മാത്രമല്ല,
സമൂഹത്തിന് പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് പരധർമ്മം ഭയാവഹമാണ് എന്ന് പറയാനുള്ള കാര്യം. ഇനി അർജുനൻ സ്വധർമ്മമായ തന്റെ യുദ്ധത്തിലാണ് ഏർപ്പെടുന്ന, യുദ്ധം ചെയ്യുകയാണെങ്കിൽ കുറെയൊക്കെ രാഗദ്വേഷങ്ങൾ വന്നാലും കുറ്റം പറയാനില്ല. കാരണം അർജുനൻ ജ്ഞാനിയൊന്നുമല്ല, സാധാരണക്കാരനാണ്, അല്ലെ, യുദ്ധത്തിൽ എക്സ്പെർട്ട് ആണെന്ന് മാത്രമേ ഉള്ളൂ. ദൈവീ സമ്പത്ത് വളർന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും യുദ്ധം ചെയ്യുമ്പോൾ രാഗദ്വേഷങ്ങൾ വന്നാൽ അർജുനനെ കുറ്റം പറയേണ്ട കാര്യമില്ല, അത് സ്വാഭാവികമാണ്. എന്ന് മാത്രമല്ല, യുദ്ധത്തിലെ രാഗദ്വേഷങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവര് അപ്രീഷിയേറ്റ് ചെയ്യാനും മതി, അല്ല, അത് നന്നായി അങ്ങനെ ചെയ്തതൊക്കെ അവർ പറയുകയും ചെയ്യും ആളുകൾ. അതേസമയം അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ, തന്റെ സ്വധർമ്മമായ യുദ്ധം അനുഷ്ഠിക്കുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ രാഗദ്വേഷങ്ങള് ബാധിക്കാതെ മനസ്സിനെ സമനില അഭ്യസിപ്പിക്കാനുള്ള സന്ദർഭങ്ങളും അർജുന കിട്ടും. അതാണ് ഗുണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളുടെ സ്വന്തം കർമ്മം ചെയ്ത് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള രാഗദ്വേഷങ്ങൾ ബാധിക്കാതെ മനസ്സിനെ സമനില പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൂടി അതിനകത്ത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവനവന് സ്വയം ഉയരാനും പറ്റും, സമൂഹത്തിനെയും ഉയർത്താൻ അതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സ്വധർമ്മമാണെങ്കിൽ വധം പോലും ശ്രേയസ്കരമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണല്ലോ, സ്വധർമ്മമാണെങ്കിൽ യുദ്ധം പോലും ശ്രേയസ്സാണ്, പരധർമ്മമാണെങ്കിൽ സന്യാസം പോലും ഭയാവഹമാണ്, പാപമാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കർമ്മം പാപമാക്കി മാറ്റുന്നത്, പാപമാകുന്ന ഘടകം ഏതാണ്? അങ്ങനെ ഒരു സംശയം വരാം. ഇപ്പൊ ചില കർമ്മങ്ങൾ എന്തുകൊണ്ടാണ് പാപമായി തീരുന്നത്? അപ്പൊ അർജുനൻ ഇങ്ങനെ ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. ആ സംശയമാണ് അർജുനൻ ഇനി ഭഗവാനോട് ചോദിക്കുന്നത്. പിന്നെ അർജുനൻ ഭഗവാനോട് നേരിട്ട് ചോദിക്കുകയാണ് സംശയം. അത് നമുക്ക് നാളെ നോക്കാം. അർജുനൻ എന്ത് സംശയമാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഓക്കെ, സുഖമായിട്ടിരിക്കൂ. കണ്ണുകൾ അടച്ചു വെക്കാം. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർത്തി, കൈകൾ മടിമേൽ മലർത്തിവെക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ നിരീക്ഷിക്കാം. ചിന്തകളൊന്നുമില്ലെങ്കിൽ ചിന്തകളില്ലാത്ത ആ അവസ്ഥയിൽ വിശ്രമിക്കൂ. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പതി സമിധ്യസി സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും
ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.